സൗഭാഗ്യമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സമാധാനം കിട്ടും. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? ആ പ്രാർത്ഥന നിങ്ങൾ മനസ്സിലാക്കിയ അർത്ഥം മാത്രമല്ല ഉള്ളത്. ഞാൻ എന്റെ ശരിക്കും അർത്ഥം പറയട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ മക്കളിൽ നീ എന്ത് തരണേ? കൺകുളിർമ. കൺകുളിർമ എന്നുള്ളതിന് അറബി പദം എന്താ അവിടെ ഉപയോഗിച്ചത്? ഖുർറത്ത് അയ്യുൻ അല്ലേ? അതിന് പണ്ഡിതന്മാർ കൊടുത്ത അർത്ഥം എന്താ അറിയോ? ഖുർറത്ത് അയ്യുൻ എന്ന് പറഞ്ഞ പദത്തിന് പണ്ഡിതന്മാർ കൊടുത്തൊരു അർത്ഥമുണ്ട്, അത്ഭുതപ്പെടുത്തുന്ന ഒരു അർത്ഥം. അനുസരണം. പടച്ചോൻ എന്റെ മക്കളിലും എന്റെ ഇണകളിലും അനുസരണം ഉള്ളവരാണ് എന്ന് പറഞ്ഞാൽ അനുസരണം എന്താ? മോനെ നിസ്കരിക്കണേ, ഓക്കെ. മോനെ ഒരു പേജ് ഖുർആൻ ഓതുവോ, ഓക്കെ. ഭാര്യയോട് ഈ ഖുർആൻ ക്ലാസ്സിനൊന്ന് പോവോ, ഓക്കെ. മോളോട് മോളെ ഇങ്ങിട്ടിരിക്കുന്ന ഈ ഡ്രസ്സില്ലേ, അതൊന്ന് ഷാളൊന്ന് ഇങ്ങനെ കുത്തി ചുറ്റുവോ? ഇല്ല. കാരണം അവളാരാ? ലിബറൽ ചിന്താഗതിയിലുള്ള